ഒക്കെ കാണുന്ന ഒരു കുട്ടിയുടെ നൈർമല്യമുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിച്ചാൽ എത്ര പറഞ്ഞറിയിച്ചാലും മതിയാവില്ല. കാരണം നമ്മളൊക്കെ ഒരുപക്ഷെ ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടോ കാണുന്നതോ ആസ്വദിക്കുന്നതോ അല്ല. എങ്കിലും ഒരു വലിയ മേള നടക്കുമ്പോൾ ഒരു വലിയ സംസ്കാരത്തിന്റെ കൂടിച്ചേരലാണ് ഉണ്ടാകുന്നത്, സംശയമില്ല. അതിനൊരു വ്യക്തമായ തെളിവ് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാം. ഈ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, LP ഒക്കെ ഉണ്ടെങ്കിലും ഒരു യുദ്ധം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണ് രാഷ്ട്രപതി 3 സൈനികരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടുക. ഹയർ സെക്കൻഡറിയിലെ ടീച്ചറെയും ഹൈസ്കൂളിലെ ടീച്ചറെയും ഉണ്ണിമാഷയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഒരുമിച്ച് ഈ മേള ഒരു വലിയ അലങ്കാരമാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടിയാക്ക മാറ്റുന്ന കാണുമ്പോൾ സത്യത്തിൽ അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. മറ്റൊരു കാര്യം കൂടി എടുത്ത് ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കേണ്ട, ശരിയാണെങ്കിൽ കൈയടിച്ചാൽ മതി. എന്ത് ചെറിയ കാര്യം നടത്തിയാലും ചിലപ്പോഴൊക്കെ LPയെ ചെറുതായിട്ട്, എത്ര നല്ല മരുമോളാണെങ്കിൽ അമ്മായിമ്മ കുറ്റം പറയുന്നവരെ ഞങ്ങൾ ചെറുതായിട്ട് കുറ്റം പറയും. പക്ഷേ ഈ മേളയിൽ LP എന്ന് പറഞ്ഞ് എന്തൊരു പൊക്കലായിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പറഞ്ഞാലും മതിയല്ല. അത് ഞാൻ ഇടയ്ക്ക് മാനവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും അംഗീകാരം കിട്ടി. ഞാൻ വന്നിട്ട് 10-30 വർഷമായി, പോകാറായി. ഇപ്പോൾ ഈ നിൽക്കുന്ന സൂര്യൻ്റെ പ്രായം അതിന് അധികം ഇല്ല ഈ നാട്ടിൽ. അപ്പോൾ LPയെ പോക്കുന്ന ഞാൻ നോക്കി, ഹയർ സെക്കൻഡറിയിലെ ടീച്ചർ ഉൾപ്പെടെ, ഞാൻ വേറെ ഒന്നും ഒട്ടും കുറ്റമായിട്ട് പറയില്ല, നല്ല ടീച്ചറാണ്. ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ ടീച്ചർ ഞങ്ങൾ അധികം സംസാരിച്ചിട്ട് പോയില്ല. എങ്കിലും ടീച്ചറും എല്ലാ ദിവസവും ഞങ്ങളെ നോക്കിച്ചിരിക്കുന്നു. എല്ലാവരും എന്താണ് ഞങ്ങൾ എന്തോ ഒരു വലിയ സംഭവമായിട്ട് മാറുക. ഞങ്ങൾ 10-36. അപ്പൊ എന്താണ്, ഉണ്ണിമാഷിനല്ല ശരിക്കും അംഗീകാരം കിട്ടിയ. മാഷ് പിന്നെ അറിയും, ചായക്കൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 36 പേരുണ്ട്. ഇന്ന് വൈകുന്നേരം വിളിച്ചപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും പോകാനുള്ളവരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു മേളയായിട്ട് ഇത് മാറ്റി എന്നുള്ളത് പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പറയുന്നതിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എൻ്റെ വലിയ പ്രസംഗവും വാദയോടെയൊന്നും കേൾക്കാനല്ല നിങ്ങൾ 5 മണിയാകുമ്പോൾ ഇരിക്കണേന്നുള്ളത് എനിക്കറിയാം. ഒത്തിരിയേറെ സന്തോഷം. ഞാൻ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയുകയാണ്. എല്ലാവർക്കും ഉണ്ണിമാഷ് കൃത്യമായിട്ടും അതിന് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഓരോരുത്തരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ജയ്ഫർ ഉൾപ്പെടെ. ജയ്ഫർ 3 ദിവസം ഞാൻ നോക്കി വയറ് നന്നായിട്ട് നടന്നിരിക്കാൻ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണമൊന്നും അല്ല കഴിച്ചു. വെള്ളം കുടിച്ച് ഒട്ടും ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ലാത്ത രീതിയിൽ സ്വന്തം വീട്ടിൽ നടന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല ജയ്ഫർ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുള്ള. ആ രീതിയിലാണ് ജയ്ഫർ ഉൾപ്പെടെ ഈ നാടിൻ്റെ സ്നേഹ വായ്പ റസാഖ് മാഷ് ഉൾപ്പെടെ AO ഉൾപ്പെടെ മനസ്സിലാക്കി. AO പലപ്പോഴും എൻ്റെ രഘുമാഷ് എന്നാണ് വിളിക്കുന്നത്. പേര് രാജമാഷ് എന്നാണ് ഇനി വിളിക്കരുത്. എപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് പറയും, എന്നെ കാണുമ്പോൾ ഒക്കെ രഘുമാഷ് എന്നാണ് വിളിക്കണേ. അപ്പം ആ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം നല്ല ദൈവങ്ങളുടെ പേര് തന്നെയാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വിളിച്ചുകൂടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും AO ഉൾപ്പെടെ ആ രാത്രിയിൽ ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. 3 വനിതകൾ നേതൃത്വം നൽകിയ 3 വനിതകൾ ആഷിഫിൻ്റെ വണ്ടിയിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ആ കാഴ്ച എന്താണ്, ഒരു വലിയ വിജയത്തിൻ്റെ, ഒരു വലിയ കയ്യടി, ഒരു സ്നേഹത്തിൻ്റെ, ഒരു നിർമ്മലമായ സ്നേഹത്തിൻ്റെ, ഒരു നാടിൻ്റെ സ്നേഹവായ്പായിരുന്നു. 3:10-15 ഇവർ 3 പേരും പോകുന്നത്. അതും കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞ് പോകുമ്പോൾ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഈ രാജവീതികൾ ഒരുപാട് ഒരു നാടിന് വലിയ സമ്മാനമാണ് നൽകിയത്. സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ, അതിനേക്കാളേറെ ദശകങ്ങളോളം നമ്മുടെ മനസ്സിൽ ഓർമ്മ നൽകുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, സമ്മാനം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി ഷർട്ടൊന്നും ഇല്ലാതെ ചാടിയപ്പോൾ AO വളരെ അസ്വസ്ഥപ്പെട്ട് നോക്കിയപ്പോഴും ഒരു കൊടുങ്കാറ്റ് പോലെ വന്നത് ഒരു കുളിർകാറ്റ് പോലെ അരിഞ്ഞില്ലാതാകുന്ന കാഴ്ച മനോഹരമായിട്ട് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും കുറ്റൂർ അതാണ് എന്ന് AOയ്ക്ക് മനസ്സിലായി. കാരണം അത്രയ്ക്ക് സ്നേഹത്തിൻ്റെ വലിയ കൂടാരങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ നാടിന് കഴിയും. കാരണം ഈ നാട് എന്ന് പറയുന്നത് ഒരു വീടായിട്ടാണ് കാണുന്നതെന്നും, നമ്മളൊക്കെ റിട്ടയർ ചെയ്ത് പോയാലും കുറ്റൂരിനെ കുറിച്ച് നല്ല ഓർമ്മകളാണുള്ളത്. അതിന് നല്ലൊരു ക്യാപ്റ്റൻ കുഞ്ഞുട്ടിയാക്കയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ട്. അത് നല്ല രീതിയിൽ നയിക്കുന്നു. എപ്പോഴും എത്ര വൈകിയാലും ഞാൻ മനസ്സിലാക്കുന്ന കുഞ്ഞുട്ടിയാക്ക കൃത്യമായിട്ടൊരു സമയത്ത് ഉറങ്ങുന്ന ഒരാളാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്ത ഒരാഴ്ചയായിരുന്നു അതെന്നും കൂടിയാണ് എൻ്റെ ഒരു ചെറിയ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം എത്ര ഇതുണ്ടെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുകയും നേരത്തെ കൃത്യമായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലും മാറ്റിവെച്ച് ഈ മേളയിൽ സജീവമായിട്ട് കൂടി ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നു. ഒരംഗീകാരം കൂടി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. ഈ കെട്ടിച്ചു വിട്ടിട്ട് മരുമക്കളായിട്ടും മക്കളായിട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ രാത്രിയിൽ, ഈ അവസാനത്തെ ദിവസത്തെ രാത്രിയിൽ ഇവിടെ പരിപാടിക്ക് വരാം. ചിലരൊക്കെ തോണ്ടി എന്നെ അറിയോ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും അറിയോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പലരെയും ഓർമ്മയുടെ ഭൂപടത്തിൽ ഇപ്പോൾ ഇല്ല. കാരണം പ്രായമായി വരുമല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ കറുപ്പിച്ചിട്ടൊന്നുമില്ല, അധികമെങ്കിലും പ്രായമായിട്ട് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പലരും തോന്നി, ഞാൻ വലിയൊരു അത്ഭുതം തോന്നി. ഒത്തിരിയേറെ പിള്ളേരെ, പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു വിട്ട് അവരുടെ കുട്ടികളെ കല്യാണപ്രായമൊക്കെ ആവാനായി. എപ്പോഴും ഇയാളിങ്ങനെ നിൽക്കുകയാണെന്നുള്ള രീതിയിലും ചിലർ നോക്കുന്നുണ്ട്. എന്നാലും വേണ്ടില്ല. എങ്കിലും ഒത്തിരിയേറെ സന്തോഷം. എനിക്ക് മാഷിനെ ബന്ധുവിച്ചിട്ടില്ല, ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഞങ്ങൾ 3 പേരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്നവരാണ്. ഒരുപാട് കാലം ഇനി ഇവിടെ ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിച്ചൊന്നും നിൽക്കില്ല, പോകാറായിട്ടുണ്ട്. ഒത്തിരിയേറെ സന്തോഷം. ഈ മേള നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഹരിതാഭമായ ഓർമ്മകൾ ഉണ്ടാവട്ടെ. പിന്നെ ചെറിയ വിമർശനങ്ങൾ ഉണ്ടാവും.
അതില്ലെങ്കിൽ ഒരു പരിപാടി ഇല്ലോ. മമ്മൂട്ടി ക്യാൻസർ ബാധിച്ച് സുഖമായിട്ട് വന്നപ്പോൾ ആ ഫേസ്ബുക്കിന്റെ താഴെ അദ്ദേഹത്തിനെതിരെ 1-2 തെറി എഴുതി കണ്ടു. ദാദാഫാൽക്കെ അവാർഡ് കിട്ടി മോഹൻലാൽ വന്നപ്പോൾ അതിന്റെ താഴെ 1-2 എഴുതി. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മൊത്തത്തില് ഉണ്ട്. ഫേസ്ബുക്കിൽ നോക്കിയാൽ നമുക്കറിയാം ഇത്രയും തെറി പറയാൻ ആരെ പഠിപ്പിച്ചേക്കണെന്ന് തോന്നുന്നു. ആ രീതിയിൽ ചില എഴുതി വെച്ചേക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് പരിപാടിക്കും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. അതില്ലെങ്കിൽ അതിന് കളറുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറ്റൂരിൽ നടത്തിയ പരിപാടിക്ക് ഒരു തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. എല്ലാ ഈ അപാലവൃത്തം ജനങ്ങളും നല്ല രീതിയിൽ പരിപാടി കണ്ടു. അതുകൂടാതെ LPക്ക് കിട്ടിയ ഒരു ഗ്രേറ്റ് നൊബേൽ സമ്മാനം കൂടിയാണ് ഈ നിറമേളം. ഈ നിറമേളത്തിന്റെ പേര് നിർദ്ദേശിച്ചപ്പോഴും ഒപ്പം ഈ വിളംബര ജാഥയിലും ഒക്കെ പങ്കെടുക്കുവാനുള്ള വലിയ അവസരം ദൈവം എനിക്ക് ക്രമപ്പെടുത്തുന്നതിന് ഒത്തിരി നന്ദി പറയുകയാണ്. അവസാനമായിട്ട് ഒരാളോടുകൂടി എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട, ഞാൻ ഈ രാത്രി ഏറ്റവും വൈകി 4 മണിക്ക് പോയ ഒരാളാണ്. അവസാന ദിവസം മാനേജറുടെ ഒരു അസദൃശ്യ സാന്നിധ്യം, മഞ്ജുവായ മുൻ മാനേജർ മൊയ്തീൻകുട്ടി ഹാജി, അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ LP സ്കൂളിൽ നിന്നായിരുന്നു പറയണത്. എത്ര തിരക്കുള്ളപ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട മാനേജർ വേദിയിലിരുത്തി വെറുതെ പറയുകയല്ല, എത്ര തിരക്കുണ്ടെങ്കിലും ഹൈസ്കൂളിൽ വന്നിട്ടും LPയിൽ കയറാതെ പോകാത്ത ഒരു ദിവസം ഞാൻ ഏകദേശം 7-8 വർഷത്തോളം മാനേജർ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വരുമ്പോഴും LP കയറാതെ ആ തോർത്തെടുത്ത് ഇടത് തോളിലേക്കും വലത് തോളിലേക്കും ഒന്ന് ഇട്ടതിന് ശേഷം ആ അംബാസഡർ കാറിൽ പോകാത്ത ദിവസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ പുള്ളി ഇഷ്ടപ്പെട്ടത് എനിക്ക് ആദ്യം ഉണ്ടായത് LP എന്ന് പറയുമായിരുന്നു. അതിൻ്റെ ഒരു ഗ്രേസ് ഞങ്ങൾക്ക് എക്കാലത്തും ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ ദിവസമായി ഞങ്ങൾ മൊയ്തീൻകുട്ടി സാഹിബിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു വലിയ മേളയായിട്ട് കൂടി ഞാൻ ഇതിനെ കാണുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങളെ കുറ്റം പറയാത്തതിനും ഒപ്പം നല്ല പിന്തുണ നൽകിയതിനും ഒക്കെ ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കാൻ ഈ 5 മണിക്കും സുമനസ് കാണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.